അയ്യോ എന്റെ 916 ഗോൾഡ് എടി പൊക്കെല്ലാം എടുത്ത് കൈ പിടിക്കണേ. ഒത്തിരി കാത്തിരുന്ന് മാസങ്ങളിലെ കാത്തിരിപ്പിന്റെ അടുത്ത് 3 ദിവസം എത്തിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. റിൻറ്റുവിനെ പറ്റി പറയാനാണെങ്കിൽ 3.5 വർഷം മുൻപെയാണ് റിൻറ്റുവിനെ ആദ്യമായി കാണുന്നത്. പള്ളി വെച്ചിട്ടാണ് റിൻറ്റുവിനെ കാണുന്നത്. അന്ന് കാണുമ്പോൾ ഭയങ്കര കുസൃതി നിറഞ്ഞൊരു പെൺകുട്ടി. അങ്ങനെ കണ്ടുമുട്ടി. പള്ളിയിലെ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കോമൺ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു. വണ്ടി തിരിച്ചിട്ട് പോയേക്കാം. പിന്നെ റിൻറ്റുവിൻ്റെ ക്വാളിറ്റീസാണ് ശരിക്കും എന്നെ ഈ ഒരു റിലേഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നത്. കാരണം ഒരിക്കലും ഒരു റിലേഷനിലാകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ഗോയിങ് ആണ്. എല്ലാം ഫണ്ണി ആയിട്ട് എടുക്കും. എന്ത് സിറ്റുവേഷൻ വന്നാലും എത്ര പ്രശ്നമുള്ള സിറ്റുവേഷൻ വന്നാലും ഭയങ്കര കൂളായിട്ടത് ഹാൻഡിൽ ചെയ്യും. പേഷ്യൻസ് ഭയങ്കരമായിട്ടുള്ളതാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റാ, തീരെ ഇല്ല. ഇതിൻ്റെ പേഷ്യൻസ് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ റിലേഷൻ തീരുമാനിക്കുന്നതൊക്കെ. അതാണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ റിൻറ്റുവായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം അമ്മയ്ക്കും പപ്പായ്ക്കും റിൻറ്റുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേരൻസ് സംസാരിച്ചപ്പോൾ ഒരു 2 വർഷത്തോളം അവർ സംസാരിച്ചു. അവർക്ക് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ റിൻറ്റുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എൻ്റെ പേരൻസും എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദർ ഇൻ ലോയും എൻ്റെ റിലേറ്റീവ്സ് കസിൻസ് എല്ലാവരും റിൻറ്റുവിൽ നല്ലപോലെ ഹാപ്പിയാണ്. ആൻഡ് ഐ എം ഹാപ്പി ടു ഹാവ് റിൻറ്റു ഇൻ മൈ ലൈഫ്. റിൻറ്റുവിൻ്റെ പേരൻസ് ഇച്ചിരി കൂടെ യങ്ങാണ്. അവർ സിറ്റി ലൈഫ്, അവർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവർക്ക് അവരുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ആൾക്കാരുമായിട്ട് സാമ്യമുള്ളതാണ്. ഫ്രീക്വൻ്റ് എപ്പോഴും കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും, വിഷസ് വരും. സോ അങ്ങനെ നോക്കുമ്പോൾ റിൻറ്റുവിൻ്റെ പേരൻസ് എനിക്ക് എൻ്റെ പേരൻസ് പോലെ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് റിൻറ്റുവിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കാണുന്നത്. അപ്പോൾ കൂടുതൽ ടൈം ഇനി സ്പെൻഡ് ചെയ്യാൻ പറ്റും. കല്യാണത്തിൻ്റെ താലി കെട്ടുന്ന മൊമെൻ്റൊക്കെ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിൽ മാത്രമേ താലി കെട്ടി പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. താലി കെട്ടുന്ന ചരട്, മന്ത്രകോടി ചരടും ഒക്കെ വെച്ചുള്ള താലി ഉണ്ടാക്കുന്ന സ്റ്റേജും പ്രൊസസ്സെല്ലാം നേരിട്ട് കണ്ടു. കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു താലി എങ്ങനെ കെട്ടണ്ടേ എന്നുള്ളത്. പിന്നെ അങ്ങ് കെട്ടി. ഏകദേശം ഒരു 2 വർഷമായി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി. അങ്ങനെ ഫൈനലി ആ ദിവസം എടുത്തു. നമ്മൾ ഒത്തിരി ഹാപ്പിയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റി. ഒത്തിരി ഹാപ്പിയായി. This is a day filled with joy, love and